ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ 4ാമത്തെ വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു അഭിഷേക് ശ്രീകുമാർ. ഒരു ടിപ്പിക്കൽ ബി മാസ് ആക്ഷൻ പരിവേഷം കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കലിപ്പ് മോഡിൽ പുള്ളി കിടന്ന് ബഹളം വെക്കുന്നത് എനിക്ക് സങ്കല്പിക്കാൻ സാധിച്ചു കണ്ടപ്പോൾ തന്നെ. ആ രീതിയിലുള്ള കണ്ടസ്റ്റൻസ് ഇപ്പോൾ നിലവിൽ ഹൗസിനകത്ത് കുറവാണ്. നമ്മുടെ റോക്കിയുടെ ഒക്കെ ആ ഒരു എനർജിയാണ് ഞാൻ അഭിഷേക് ശ്രീകുമാറിൽ കണ്ടത്. 2 അഭിഷേകുമാരുണ്ട് എന്നറിയാം. രണ്ടുപേരും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് തലങ്ങളിൽ നിൽക്കുന്ന 2 നിലപാടുകളുള്ള 2 തരം ഇൻഡിവിജ്വൽസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നടക്കട്ടെ, എന്നാലല്ലേ ഈ സീസൺ ആളി കത്തത്തുള്ളൂ. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഭിഷേകിന്റെ മെയിൻ ടാർഗറ്റ് ആണ് ജാൻമണി. അതുകൊണ്ട് തന്നെ ഫേവറേറ്റ് ആയിട്ട് എടുത്തു പറഞ്ഞത് നോറേനെയാണ്. ഞാൻ ഞെട്ടിപ്പോയത് കേട്ടപ്പോ. എല്ലാരും ഫേവറേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്സരേനെയാണ്. നോറേനെയൊക്കെ ഫേവറേറ്റ് ആയിട്ട് എടുത്തു പറഞ്ഞ് ഇങ്ങേരിത് എന്ത് കളിയിലേക്കാണ് ഇത് ഇറങ്ങുന്നത് എന്നോർത്ത് ഞാൻ ആകെ ഞെട്ടിപ്പോയി. പിന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയപ്പോഴാണ് നോറ ജാനു എന്നിവർ തമ്മിൽ ഓൾറെഡി ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. മറ്റേ ആ ഒരു 3rd ക്ലാസിന്റെ വിഷയം ഒരു ഇഷ്യൂ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു ഇഷ്യൂവിനെ ആളി കത്തിക്കാൻ ചിലപ്പോൾ നമ്മുടെ അഭിഷേക് ശ്രീകുമാർ ശ്രമിച്ചേക്കാം എന്നൊരു ഹിന്റാണ് കിട്ടുന്നത്. എന്നുവെച്ചാൽ ജാൻമണിക്കെതിരെ കളിക്കാൻ നോറേനെ യൂസ് ചെയ്യും. എനിക്കറിയില്ല, കണ്ടറിയണം വരും ദിവസങ്ങളിൽ ഈ ഗെയിം എങ്ങനെ വർക്കൗട്ട് ആവുമെന്ന്. ഏതായാലും അഭിഷേക് ശ്രീകുമാർ ഒരു വളരെ നല്ല കണ്ടന്റ് മേക്കർ ആവട്ടെ. ആദ്യമായിട്ടാണ് ഒരു LGBTQ വിരോധി ആൽഫ മെയിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6-ല് ബിഗ് ബോസ് മലയാളത്തിൽ പ്രവേശിക്കുന്നത്. ഒരേ ഒരു രാജാവാനുള്ള സകല ചാൻസും ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്. അത് വിനിയോഗിക്കുമോ അതോ മിണ്ടാതെ ഷോ കണ്ടിരിക്കുമോ എന്നൊക്കെ കണ്ടു തന്നെ അറിയാം. മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.